ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാട്ടാൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവോണത്തിനുണ്ടായിരുന്ന പ്രോഗ്രാമാണ്. നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും ആയിരുന്നു. പലതരത്തിലുള്ള നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും നമ്മൾ പ്രോഗ്രാംസിൽ കണ്ടിട്ടുണ്ട്, അതായത് ഉത്സവ പറമ്പുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അടിപൊളി എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്രയും കിടിലനായിട്ടുള്ള, ഞാൻ കണ്ടിട്ടില്ല ഇത്രയും അടിപൊളിയായിട്ടുള്ള നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും ഞാൻ ഇതുവരെയും ഇത്രയും സൂപ്പറായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല ഇന്നേ വരെയും. അത്രയ്ക്കും അടിപൊളിയായിരുന്നു, ഭയങ്കര ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ട്രൂപ്പ് എന്ന് പറയുന്നത് തനിമ ട്രിവാൻഡ്രം അവതരിപ്പിച്ച നാടൻ പാട്ടും ദൃശ്യാവിഷ്കരണവും ആയിരുന്നു. അപ്പോൾ തനിമ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കറിയായിരിക്കും, കേരളത്തിലെ നമ്പർ 1 നാടൻ പാട്ട് അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൽ പല കലാകാരന്മാരും നമ്മുടെ വോഡഫോൺ കോമഡിയിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ബമ്പർച്ചിരിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറിനെ ആയാലും പലർക്കും അറിയായിരിക്കും. ഇവർ ഒത്തിരി TV ഷോസും കാര്യങ്ങളും മാത്രമല്ല പല സ്റ്റേജ് പ്രോഗ്രാമുകളും ഒക്കെ ഒത്തിരി അവതരിപ്പിച്ചിട്ട് ഭയങ്കര നമ്പർ 1 ആയിട്ടുള്ള ഗ്രൂപ്പാണ് തനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിപൊളി, ഞാനിതിൻ്റെ വോയിസും കൂടെ കേൾക്കുകയാണെന്നുണ്ടെങ്കിലാണ് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കുക. കാരണം മറ്റേ പൊലിക പാട്ടുണ്ടായിരുന്നു, കരിങ്കാളിയെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി വളരെ ഫേമസ് ആയിട്ടുള്ള, എല്ലാവരും കേൾക്കാൻ കൊതിക്കുന്ന ക്ലീനായിട്ടുള്ള പാട്ടുകളുടെ ഒരു കലവറ തന്നെയായിരുന്നു ഈ ഒരു നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരത്തിലുണ്ടായിരുന്നത്. മാത്രമല്ല കാന്താരയിലുണ്ടായിരുന്ന ആ ഒരു ട്യൂണുണ്ടല്ലോ, അതായത് ഭയങ്കരമായിട്ട് വൈറലായ, ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആ ഒരു കാന്താരയുടെ മ്യൂസിക് ഉണ്ടായിരുന്നു. ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ രോമാഞ്ചമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് എനിക്കതിൻ്റെ ആ ഒരു ട്യൂണും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു ആവേശം കൊള്ളിക്കുന്ന ഒരു ട്യൂണും കാര്യങ്ങളും ആയിരുന്നു. അങ്ങനെ ഭയങ്കര എനർജി ലെവൽ ഭയങ്കര കൂടുതലായിരുന്നു എല്ലാവർക്കും. അത് ആ ഒരു നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരത്തിൽ അത്രയും എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ആ ഒരു കണ്ടിരിക്കുന്നവർക്കും ആ ഒരു ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ. ഇതും ഭയങ്കര കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഇതിങ്ങനെ വായിൽ കൂടെ തീ ഇങ്ങനെ ഊതി വിടുന്നതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കാലുകൊണ്ട് നമ്മുടെ ഒരു തെയ്യം നാടൻ കലാരൂപങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അതിലും ഇതുപോലെയാണ് നമ്മുടെ ഈ അഗ്നിക്കാവടിക്കൊക്കെ കാണുന്നത് പോലെ തന്നെ കാലുകൊണ്ട് തീ ഇങ്ങനെ കോരി ഇടുന്നതും സംഭവങ്ങളുണ്ടായിരുന്നു. ഇത് വാ കൊണ്ടിട്ട് ഇങ്ങനെ തീ ഊതി വിടുന്ന സംഭവമാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറേ ഡയലോഗും കാര്യങ്ങളും, ഈ ഒരു മ്യൂസിക്കും അവരുടെ ആ ഒരു സൗണ്ടും പാടുന്നതും അവരുടെ ഡയലോഗും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റ് ഭയങ്കരമായിട്ട് കിട്ടത്തുള്ളൂ. ഞാനിതിലത് ആഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നത് ഷുവറാണ്. എന്നിട്ട് ഞാൻ കരുതി എന്തായാലും മ്യൂസിക് ആഡ് ചെയ്യാം, എന്നാൽ മാത്രമേ അതിനൊരു ഫുൾ ഓഫ് എനർജി കിട്ടത്തുള്ളൂ. ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത്രയും ഫേമസ് ആയിട്ടുള്ള ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സോങ്സാണ് അവരതിൽ പാടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാത്തത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അത് അവരുടെ പാട്ടിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അതായത് വേറെ പുറത്തുള്ള ഡിസ്ട്രിക്റ്റിലുള്ളവർക്കാണെങ്കിൽ മനസ്സിലാകും. അവർക്ക് ദക്ഷിണ കൊടുക്കുന്നതിന് വേറൊരു പേര് പറയും, എന്തോ ഒരു അവർക്ക് പറയും ദക്ഷിണ കൊടുക്കുന്നത്. അങ്ങനെ അത് ആളുകളുടെ ഇടയിൽ നിന്ന് വാങ്ങും, അങ്ങനെ കൊടുക്കുക. അങ്ങനെ പലരും ഒരുപാട് ആൾക്കാർ അങ്ങനെ ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കുറച്ച് മുന്നേ കണ്ടത്. ഇത് ആ ഒരു വൈഫും ഹസ്ബൻഡും തമ്മിലുള്ള അവരുടെ ഭാഷയിൽ വേറെയാണ് പറയുന്നത്. അവരുടെ കുറച്ച് ഡയലോഗ് ഡെലിവറിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇടിലനായിരുന്നു. അതിന് നമ്മുടെ കൂടെ, അതായത് കണ്ടിരിക്കുന്ന ആസ്വാദകരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടാണ് അവരുടെ ഫുൾ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ കാണാനായിട്ടും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഒരു പെർഫോമൻസ് കാണാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും തന്നെ ആ ഒരു പ്രോഗ്രാമിൽ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്തിട്ടാണ് ആ ഒരു പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് വരെ, സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഫുൾ പവറിൽ എല്ലാവരും കാണുന്നവരും കൂടെ ഉണ്ടായിരുന്നു. അതവരുടെ കഴിവ് തന്നെയാണ്. നമ്മുടെ ആൾക്കാരിലേക്ക് അവർ ഇറങ്ങി വന്നിട്ടാണ് മിക്ക പെർഫോമൻസും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്.
അതവരുടെ ഒരു വലിയ കഴിവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കിഡിലൻ പ്രോഗ്രാമായിരുന്നു. നമ്മുടെ ഒരു കാട്ടാക്കട, അതായത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ കാട്ടാക്കട എന്നുള്ള നമ്മുടെ സ്വന്തം കാട്ടാൽ ദേവി ക്ഷേത്രത്തിലായിരുന്നു ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ വന്ന് അവതരിപ്പിച്ചതിനും ഇത്രയും കിടിലനാക്കിയതിനും അവർക്ക് ഒത്തിരി താങ്ക്സ് പറയാനുള്ളട്ടെ ഈ ഒരു അവസരത്തിൽ. അപ്പോൾ ഇനിയും നിങ്ങളുടെ പ്രോഗ്രാംസ് നമ്മൾ ഇനി വരുന്ന വർഷങ്ങളിലും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ വരാനും ഉത്സവത്തിന് പങ്കെടുക്കാനൊക്കെ താല്പര്യമുള്ളവർ ഇനി വരുന്ന കൊല്ലത്തിലെങ്കിലും തീർച്ചയായിട്ടും വരിക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ വിളക്ക് കെട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. വിളക്ക് കെട്ട് ഈ ഒരു പ്രോഗ്രാമിന് ശേഷമായിരുന്നു വിളക്ക് കെട്ടുണ്ടായിരുന്നത്. വിളക്ക് കെട്ട് ഏകദേശം 9 വിളക്ക് കെട്ടുകളോളം ഉണ്ടായിരുന്നു. അതും ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാനത് വേറെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ ഒരു വീഡിയോയിലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. ഇതിലൊരു അവരുടെ തന്നെ മ്യൂസിക് കൊടുക്കണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം അത്രയ്ക്കും കിടിലായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാനൊരു മ്യൂസിക് കുറച്ചിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ വീണ്ടും ഇടാനുള്ള ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഈ ഒരു പ്രോഗ്രാം മാക്സിമം എൻജോയ് ചെയ്യുക. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. നിങ്ങളുടെ സ്ഥലത്ത് അതായത് ഈ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും.